രാമകൃഷ്ണനും വിവേകാനന്ദനും ഉണ്ടായിരുന്നു. വിവേകാനന്ദന് അക്കാലത്ത് വളരെ കഷ്ടപ്പാടുള്ള ദിവസങ്ങളായിരുന്നു. പിതാവ് മരിച്ചുപോയി. പെട്ടെന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു. അദ്ദേഹം അന്ന് ജോലിക്കൊന്നും പോയിരുന്നില്ല, പഠിക്കുകയായിരുന്നു. പഠനത്തിൽ വളരെ മിടുക്കനായിരുന്നു. അങ്ങനെ വീട്ടിൽ വലിയ പ്രയാസങ്ങൾ വന്നു. രാമകൃഷ്ണന് അത് മനസ്സിലായി. ഒരു ദിവസം അദ്ദേഹം വിളിച്ചു പറഞ്ഞു, നിനക്ക് വേണ്ടത് എന്താണോ അതകത്ത് പോയി അമ്മയോട് ചോദിക്കൂ. അദ്ദേഹം അകത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് പുറത്തു വന്നു. ചോദിച്ചു, അമ്മയോട് ചോദിക്കാനുള്ളത് ചോദിച്ചോ? പറഞ്ഞു, ഇല്ല. വീണ്ടും അയച്ചു, അകത്തു പോകൂ. അദ്ദേഹം വീണ്ടും പുറത്തു വന്നു. ശരി, ചോദിക്കേണ്ടത് ചോദിച്ചോ? പറഞ്ഞു, ഇല്ല. മൂന്നാമതും അയച്ചു. ഇത്തവണ അദ്ദേഹം കുറേ നേരം അകത്തിരുന്നു. പിന്നെ പുറത്തു വന്നു. ചോദിച്ചോ? അപ്പോൾ അദ്ദേഹം കരയാൻ തുടങ്ങി. പറഞ്ഞു, അവിടെ ചെന്നാൽ ഞാൻ ആഗ്രഹങ്ങൾ മറന്നുപോകുന്നു. അവിടെ ചെന്നാൽ ചോദിക്കാൻ എനിക്ക് നാണക്കേട് തോന്നുന്നു. ഇത്രയും പവിത്രമായ ഒന്നിനു മുന്നിൽ നിന്ന് ഇത്രയും ചെറിയ കാര്യങ്ങളാണോ ചോദിക്കേണ്ടത്? അതിനാൽ ആഗ്രഹങ്ങൾ മറക്കുന്ന ഇടമാണ് ക്ഷേത്രം. ക്ഷേത്രത്തിൽ പോയിട്ടും ആഗ്രഹങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിലല്ല എത്തിയത്, കമ്പോളത്തിലാണ് എത്തിയത്. മനസ്സിന്റെ ആഗ്രഹമാണ് മനസ്സിന്റെ രോഗം. പുറത്തുള്ള ദൈവം ആഗ്രഹങ്ങൾ നിറവേറ്റാനാണ്, എന്നാൽ ഉള്ളിലെ ദൈവം ആഗ്രഹങ്ങളിൽ നിന്ന് മുക്തി നേടാനാണ്. ആഗ്രഹം ഉണ്ടാകുന്നത് തന്നെ അത് അവസാനിക്കാൻ വേണ്ടിയാണ്. ദാഹം ഉണ്ടാകുന്നത് ദാഹം തീരാൻ വേണ്ടിയാണ്. അതിനാൽ ആഗ്രഹം തീരുക എന്നതാണ് ഏറ്റവും വലിയ ആഗ്രഹം.